രാജാ തട്ടുകടയിലെ തലക്കറിയും ഊണും പിന്നെ നല്ലൊരു കല്യാണ ബിരിയാണിയും പിന്നെ ഒരു ഗോതമ്പ് പുട്ടും ബീഫും കോമ്പിനേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വെമ്പായത്തെ ഫേമസ് രാജാ തട്ടുകടയിലെ ഉച്ചയൂണ് കഴിക്കാനുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും കഷ്ടപ്പെട്ടൊരു സീറ്റൊക്കെ ഒപ്പിച്ചു. ഒരു ഊണും മീനിൻ്റെ തലക്കറിയും ഒരു ചൂര ഫ്രൈയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഊണിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ മീൻ വിഭവങ്ങളും അതിൻ്റെ റേറ്റുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മൾ ഓർഡർ ചെയ്ത ഈ തലക്കറി തന്നെ എടുക്കാം. ഒരു 4-5 പേർക്ക് ഈസി ആയിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഞാനും നിമേഷം കൂടെ ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കി പാഴ്സൽ ചെയ്യുമായിരുന്നു. ഏത് കടയിൽ പോയാലും ഈസി ആയിട്ട് ഒരു 500-700 രൂപ ചാർജ് ചെയ്യുന്ന ഈ മീൻ കറി ഇവിടെ വളരെ റീസണബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഊണൊക്കെ കഴിച്ച് റേറ്റ് ചോദിച്ചപ്പം 6600 രൂപയെന്ന് പറഞ്ഞു. അപ്പം തന്നെ കഴിച്ചതെല്ലാം ദഹിച്ചു. പിന്നീടാണ് പറഞ്ഞത് അതിൽ 0 കട്ട് ചെയ്തിട്ട് 660 രൂപ തന്നാൽ മതിയെന്ന്. ഈ റേറ്റ് പറച്ചിൽ ഈ കടയുടെ ഒരു സ്റ്റൈലാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ വളരെ റീസണബിളായിട്ട് മീൻ വിഭവങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ രാജാ തട്ടുകടയിലേക്ക് വരാം. ട്രിവാൻഡ്രം വെമ്പായത്തുള്ള രാജാ തട്ടുകട. വെറും 100 രൂപയുടെ നല്ലൊരു ബിരിയാണി. ബിരിയാണി എന്ന് പറയുമ്പോൾ കല്യാണ ബിരിയാണിയാണ്. വാഴയിലയിൽ സാലഡ്, അച്ചാർ എന്ന് പറയുമ്പം നല്ല കടുമാങ്ങ അച്ചാർ, പിന്നെ പൈനാപ്പിളിൻ്റെ ഒരു മധുരക്കറി, പപ്പടം, നാരങ്ങ വെള്ളം, 2 പീസ് ചിക്കനോട് കൂടിയുള്ള നല്ലൊരു ബിരിയാണി. അധികം മസാലയൊന്നുമില്ലാത്ത പ്രോപ്പർ മലബാർ സ്റ്റൈൽ കല്യാണ ബിരിയാണി. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും വാങ്ങിച്ചു. 2 ബിരിയാണിയും കൊള്ളായിരുന്നെങ്കിലും എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ്. 100 രൂപയ്ക്ക് നല്ല വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ കടയുടെ പേരാണ് മലബാർ ഹോട്ടൽ. ട്രിവാൻഡ്രം ജഗതിയിലിരിക്കുന്ന മലബാർ ഹോട്ടൽ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പുട്ടും ബീഫ് റോസ്റ്റും. ബീഫ് റോസ്റ്റ് ഉഗ്രനായിരുന്നു കേട്ടോ. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച നല്ല സോഫ്റ്റ് മീറ്റ്. മോശമായിട്ടുള്ള ഒരു പീസ് പോലും എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയില്ല. നല്ലതായിരുന്നു. കുറച്ച് ഗോതമ്പ് പുട്ട് പൊടിച്ച് ഒരു പീസ് ബീഫ് റോസ്റ്റ് അതിലേക്ക് വെച്ചിട്ട് ആ ബീഫ് റോസ്റ്റിൻ്റെ കുറച്ച് തിക്ക് ഗ്രേവിയും കൂടെ ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പീസ് പപ്പടവും കൂടെ പൊടിച്ച് ഒരു വാ കഴിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ആ ചൂട് ചായയുടെ ഒരു സിപ്പ്. അതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. ഞാനിത് കഴിച്ചത് ആൻസി ഹോട്ടലിൽ നിന്നാണ്. പട്ടത്തുള്ള ആൻസി ഹോട്ടലിൽ നിന്ന്.